വിദ്യാർത്ഥികളാണ്. അതായത് 45 വർഷം മുമ്പ് കോളേജിൽ പഠിച്ച സുഹൃത്തുക്കൾ ഒത്തുചേരാനായിട്ട് കണ്ടുപിടിച്ച സ്ഥലം മരിയ സ്ഥലമാണെന്നും അത് ഒരു ദൈവ നിയോഗമാണെന്നും ഞാൻ വിശ്വസിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയുടെ അഭിമാനമാണ് നിങ്ങൾ മുൻപിലിരിക്കുന്ന ഈ ഷൈജു സാർ. കാരണം നമ്മൾ ADM എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ജില്ലാ കളക്ടർ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉദ്യോഗ തലത്തിലെ വിവിധ തസ്തികകൾ വഹിക്കുന്നവരെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഷൈജു സാർ ഇവിടെ വരാൻ കാരണം എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഷൈജു സാറിനെയും സന്തോഷ് ചേട്ടനും തമ്മിൽ എൻ്റെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ശരിക്കും ഒത്തുപോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ്. വീട്ടിലുള്ള മാതാപിതാക്കളെ പ്രോപ്പറായിട്ട് നോക്കാത്ത അനേക സ്ഥലങ്ങൾ നമുക്കറിയാം. ആ വീടിന്റെ വാതിക്കൽ ചെല്ലുമ്പോൾ അറിയാം അവരെ നോക്കിയോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ആ വീട്ടിന്റെ അന്തരീക്ഷത്തിന്റെ കാഴ്ചകളിലൂടെ അവിടുത്തെ ഗന്ധത്തിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇത്രയും പത്രങ്ങളിലൂടെ കണ്ടപ്പോൾ അവരെല്ലാം നല്ല എന്താ പറയുന്നത് നല്ല ഫെസിലിറ്റിയിൽ നല്ല രീതിയിൽ വീട്ടിലായിരിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ആക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാളുപരി ഞാൻ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉള്ള ഇദ്ദേഹത്തിൽ ആത്മാവിൽ ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇവിടെ ഉണ്ട്, ഇവരുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ നിയോഗത്തെയാണ് ഞാൻ കാണുന്നത്. 25 വർഷമായിട്ട് ഈ സർവീസ്, ഭൂമിയിലുള്ള ജീവിതം, ഫ്രാൻസിസ് പറഞ്ഞ പോലെ ശ്വാസം നിലയ്ക്കുമ്പോൾ ജീവിതം തീരുന്നു. പക്ഷെ അതിനുപരിയായി അത് അർത്ഥവത്തായി എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു ആത്മാവുണ്ട്, ആത്മാവിൻ്റെ പുണ്യവും മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ ഉൾപ്പെടെ മരിച്ചാലും ജീവിക്കും, ജീവിതത്തിന് ശേഷം ഒരു ആത്മാ നിയോഗമുണ്ട്, അത് ദൈവത്തോടുകൂടെ എന്ന് പറയുമ്പോൾ അതിലുപരിയായി ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ദൈവ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ മരിയ സഹോദരൻ ആയിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഈ സമയം വിനിയോഗിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇന്നൊരവസരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും പുറത്തുള്ള ലോകമാണ് വലിയതെന്ന്. ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോയ നല്ല ഒരു കുടുംബത്തിൽ അപ്പന് ദുർബുദ്ധി തോന്നി അമ്മയും മക്കളും വേറെ ഒരു അവസ്ഥയിലാണ്. അതൊക്കെ പത്രത്തിൽ വായിച്ച ഭീകര സംഭവങ്ങൾ. അപ്പം തീർച്ചയായിട്ടും ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ക്രിസ്തു പറഞ്ഞു ഈ എളികൾ ഒരിക്കൽ ചെയ്യുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഈശ്വരന്റെ നാമത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ട്. സ്നേഹം, ആർദ്രത എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോഴല്ല നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എങ്കിലും ഇവിടെ വന്ന് ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടമാകുമെന്ന് എനിക്ക് ഈ ഒരു നിമിഷം തോന്നിപ്പോയി. നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എത്തിപ്പെട്ട ആളുകൾ മക്കളില്ലാഞ്ഞിട്ടാണ്, നോക്കുവാൻ സഹോദരങ്ങളില്ലാഞ്ഞിട്ടാണ്, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന ആളുകളുടെ ഒരാശ്രയ കേന്ദ്രമായി ഈ മരിയ സഹോദരൻ. എല്ലാവർക്കും കൂടെ ഇവിടെ വന്ന് താമസിക്കാനും മനസ്സുണ്ടെങ്കിലും കൊടുക്കാൻ സൗകര്യമില്ല എന്നതുകൊണ്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ചെറിയ ചെറിയ കേന്ദ്രങ്ങൾ 5 പേരെ 10 പേരെ പാർപ്പിച്ച് അവരെ പരിപാലിക്കാനുള്ള ഒരു കേന്ദ്രങ്ങൾ, അങ്ങനെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രമായിട്ട് ഈ മരിയ സഹോദരൻ മാറി. Sir
സന്തോഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കളെ നേടിയെടുക്കുന്ന ഒരു വലിയ ദൗത്യത്തിൻ്റെ പിന്നിൽ ഈ ഒരു സ്ഥാപനം ഒത്തിരിയേറെ ആൾക്കാർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു.